കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഹെയർ കെയർ സീരീസിന്റെ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ഒക്കെ ഓൾറെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും റിസൾട്ടുള്ള കാര്യം തന്നെയാണ്. ചെയ്ത് നോക്കാത്തവർ ഇനിയെങ്കിലും ചെയ്ത് നോക്കാം. അപ്പം ഡേ 1ഉം ഡേ 2ഉം ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ റിസൾട്ട് ആണ് കേട്ടോ. അപ്പം കർക്കിടകത്തിന്റെ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് ഒരു 7 ദിവസം കാണും. നമുക്കിനി ബാക്കി ഹെയർ പാക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാ ഹെയർ പാക്കും അടിപൊളി ഹെയർ പാക്കാണ്. നമ്മുടെ ഹെയറിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് മാത്രമായിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. യാതൊരുവിധ കെമിക്കലും നമ്മൾ ഈ ഹെയർ പാക്കിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് റിസൾട്ട് ആണ് കേട്ടോ. അപ്പോൾ ഡേ 1 നമ്മൾ കയ്യോന്നിയും കറ്റാർവാഴയായിരുന്നു ഹെയർ പാക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കയ്യോന്നി ഹെയറിന് അടിപൊളിയാണ്. നമ്മൾ ഏതൊരു ഹെയർ പാക്ക് എടുത്ത് നോക്കിയാലും കയ്യോന്നി ഇല്ലാത്ത ഹെയർ പാക്കുകൾ കാണാനേ കഴിയില്ല. അപ്പോൾ കയ്യോന്നി അത്രത്തോളം നമ്മുടെ ഹെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കറ്റാർവാഴ അത് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. ഞാനത് അന്നേരം എൻ്റെ കയ്യിൽ കറ്റാർവാഴ അവൈലബിൾ ആയതുകൊണ്ട് മാത്രം ഞാൻ കറ്റാർവാഴയും കൂടി അതിലേക്ക് എടുത്തേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഡേ നമുക്ക് ഉലുവ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉലുവ നമ്മുടെ ഹെയറിന് അടിപൊളിയാണ്. അപ്പം ഹെയറിന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉലുവയിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് സെക്കൻഡ് ഡേ നമ്മൾ ഉലുവ ഹെയർ പാക്ക് വെച്ച് വീഡിയോ ഇട്ടത്. അപ്പൊ ഇന്ന് നമ്മുടെ ഹെയർ പാക്കിന്റെ ഡേ 3 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാൽ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കൂടെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വേപ്പിലയാണ് കേട്ടോ. അതേ ഞാൻ ഈ ഒരു തൈയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ പുഴു കടിക്കാത്തത് നോക്കി പറിക്കുകയാണ്. ഇപ്പം എന്താ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഇലകളും പുഴുക്കേട് വന്ന ഇലകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെങ്കിലും പുഴു ഇല്ലാത്ത ഇലകൾ നോക്കിയാണ് കേട്ടോ എടുത്തത്. നമുക്ക് 2 തണ്ട് വേപ്പില മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതേ 2 തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൃഷ്ണ തുളസിയുടെ ഇലയാണ്. അപ്പോൾ അതേ നല്ലത് നോക്കി കൃഷ്ണ തുളസിയുടെ ഇലയും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മുടി നരയ്ക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ തുളസി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ യാതൊരുവിധ കെമിക്കലും അടങ്ങിയിട്ടില്ലാത്ത വസ്തുക്കളാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഓൾറെഡി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അത്രയും മാത്രം മതി കേട്ടോ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ആവശ്യമില്ല. ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് 3ഉം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ചോ തോർത്ത് വെച്ചോ അരിച്ചെടുക്കും. ശകലം വെള്ളം ചേർത്താണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. ഇത് 3ഉം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരണമെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. അരച്ചെടുത്തത് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ വെച്ച് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യുക. സ്കാൽപ്പും അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. സ്കാൽപ്പിലും ഹെയറിലും നമ്മൾ നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹെയർ പാക്ക് റെഡിയാണ്. കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് അരച്ചത്. നമുക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ. നല്ല തണുപ്പാണ് കേട്ടോ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഈ ഒരു ഹെയർ പാക്കിന് പ്രത്യേകതയുണ്ട്. നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ അധിക നേരം ഇത് തലയിലേക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ. അതിനുശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ചിലർക്കൊക്കെ നമ്മുടെ വേപ്പില ഉപയോഗിച്ചതുകൊണ്ട് ചിലപ്പം കണ്ണുനീരും തലവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്കങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 20 മിനിറ്റിന് ശേഷമാണ് കേട്ടോ കഴുകിക്കളയാൻ ഉദ്ദേശിക്കുന്നത്.
ഓയിൽ എടുത്തത് കൊണ്ട് നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കത്തൊന്നുമില്ല. ഇത് ഓൾറെഡി മുടിയിലേക്ക് തന്നെ പൊക്കോളും. അതുകൊണ്ട് നമുക്ക് മുടിയിൽ പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പുറത്ത് നല്ല കാറ്റായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് കാണും കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം തലയിൽ നിന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ ഹെയറിലൂടെ ആയി അത് ഫുള്ള് താഴെ വീഴും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഞാൻ ഹെയർ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ദേ ഇങ്ങനെ ഒലിച്ചധികം വീഴത്തില്ല. വീണാലും നമ്മുടെ മുടിയിലേക്ക് അങ്ങ് ആയിക്കോളും. അപ്പം ഞാനിതിന് ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയും. ഷാമ്പൂ ഒന്നുമല്ല, നോർമൽ വാഷാണ് ചെയ്യുന്നത്. ഷാമ്പൂ ഒന്നും ഇട്ട് കഴിയേണ്ട യാതൊരു ആവശ്യമില്ല. ഓൾറെഡി അത് വെള്ളം ടൈപ്പാണ്. അതുകൊണ്ട് ഞാനിത് നോർമൽ വാഷാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടവർ ഷാമ്പൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം മൈൽഡായിട്ടൊരു ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഇന്ന് ഡേ 3 ആണ്. ഡേ 1ഉം ഡേ 2ഉം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിനും വേണ്ടുന്ന എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഡേ 1ഉം ഡേ 2ഉം നിങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടൈമാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. നമ്മുടെ കമന്റ് ബോക്സിലാണ് അറിയിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. സീ യു.